വർഷങ്ങൾക്ക് മുമ്പ് ഈ ശരീഅത്ത് സമ്മേളനം ഇവിടെ വ്യവസ്ഥാപിതമായി ഇസ്ലാമിക ശരീഅത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി 4 മദ്ഹബുകളുടെ നിയമങ്ങൾ അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ നിയമം സംരക്ഷിക്കാൻ വേണ്ടി ഈ പ്രദേശ ഇന്ത്യയിൽ സമരത്തിന് അഭിവന്ദനായ ശംസുൽ ഉലമയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചപ്പോൾ ആ സമരത്തിന് തുടക്കം കുറിച്ച ഘട്ടത്തിൽ അന്ന് സമരം വിജയിച്ചു എന്ന ചരിത്രമാണ്. മുജാഹിദ് പ്രസ്ഥാനവും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള എല്ലാ അവാന്തര വിഭാഗങ്ങളും ഇന്ത്യയിൽ നിലനിൽക്കുന്ന സുന്നി ശരീഅത്ത് അതേപടി നിലനിൽക്കണമെന്ന കാര്യം കണിശമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ആ മുന്നോട്ട് പോയ പശ്ചാത്തലത്തിൽ ഇന്ത്യ അന്ന് ഭരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇസ്ലാമിക സമൂഹത്തിന്റെ വികാരം മനസ്സിലാക്കി, ശംസുൽ ഉലമ ഉൾപ്പെടെയുള്ള മത നേതാക്കളുടെ ആ താല്പര്യം മനസ്സിലാക്കി അന്ന് ശരീഅത്ത് സംരക്ഷിക്കാൻ ഇന്ത്യൻ പാർലമെന്റ് ശരീഅത്ത് സംരക്ഷണ ബിൽ മുസ്ലിം ലീഗിന്റെ MP GM മഹ്മൂദ് ബനാത്വാല സാഹിബ് അവതരിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിപ്പ് കൊടുത്ത് ശരീഅത്ത് സംരക്ഷണ ബിൽ പാസായി. യഥാർത്ഥത്തിൽ ഒരൊറ്റ വാക്കുകൂടി ഞാൻ പറയട്ടെ. നമ്മുടെ വിശിഷ്ടാതിഥി ഇവിടെ പ്രസംഗിക്കേണ്ട അതിഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ സ്വാമിജി സൂചിപ്പിച്ച ഒരു ഗ്രൂപ്പ് ഉണ്ടാകാൻ ഒരേ ഒരു കാരണമായി അക്കാലത്ത് ചൂണ്ടിക്കാണിച്ചത് അന്ന് ശരീഅത്ത് സംരക്ഷണത്തിന് വേണ്ടി ഈ മുതലക്കുളത്ത് ഈ മൈതാനിയിൽ അഭിവന്ദനായ ശംസുൽ ഉലമ ഉസ്താദി അത്യുജ്വലമായ ഉദ്ഘാടന ഭാഷണം നടത്തി ഇന്ത്യൻ ഗവൺമെന്റിന്റെ ശ്രദ്ധ ക്ഷണിച്ചപ്പോൾ അതിൽ 10,000 ലക്ഷങ്ങൾ ഒരു വികാരമായി ഏറ്റെടുത്തപ്പോൾ അന്ന് ആ വലിയ സമരത്തിന് നായകത്വം നൽകിയ കൂട്ടത്തിൽ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരന്നു. അന്ന് ശംസുൽ ഉലമ ഇരിക്കുന്ന വേദിയിൽ ഒരു മുജാഹിദുകാരൻ ഇരുന്നു എന്നാണ് കേസ്. ശംസുൽ ഉലമ ഇരുന്ന വേദിയിൽ ജമാഅത്തുകാരൻ ഇരുന്നു എന്നാണ് കേസ്. അത് ഒരു കാരണവശാലും മുജാഹിദിന്റെ കൂടെ വേദി പങ്കിടാൻ പാടില്ല. അത് സുന്നത്ത് ജമാഅത്തിന് ബലക്ഷയം വരുത്തും. അതുകൊണ്ട് സ്വതന്ത്രമായി നമുക്ക് സുന്നത്ത് ജമാഅത്ത് സംരക്ഷിക്കാൻ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയേ തീരൂ എന്ന് പറഞ്ഞ് തീവ്ര സുന്നി എന്ന് പറഞ്ഞാണ് ആ വിഭാഗം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. കാലം കടന്നുപോയി. ശംസുൽ ഉലമയുടെ കറാമത്ത് നീണ്ട 30 വർഷം പിന്നിട്ടപ്പോൾ ആ വിഭാഗം മാറി 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 ഈ മുജാഹിദിന്റെ കൂടെ ഈ ജമാഅത്തിന്റെ കൂടെ പല വേദികളും പങ്കിട്ടു. ഇക്കഴിഞ്ഞ ഹജ്ജ് ക്യാമ്പിൽ വേദി പങ്കെടുത്തു. ഇക്കഴിഞ്ഞ റമദാനിൽ മുസ്ലിം ലീഗ് കോഴിക്കോട് വിളിച്ചു ചേർത്ത ഇഫ്താർ സംഗമത്തിൽ മുജാഹിദിന്റെ കൂടെ ശരീഅത്ത് സംരക്ഷണത്തില്ല നോമ്പ് തുറന്ന് ബിരിയാണി കഴിക്കാൻ വേദി പങ്കിട്ടു. ഇങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ വീണ്ടും ഇതേ ശരീഅത്ത് സംരക്ഷിക്കാൻ വേണ്ടി മുസ്ലിം ലീഗിന്റെ ആദരണീയനായ നായകൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പഴയ കാലത്ത് അനുസ്മരിപ്പിക്കുന്ന 3 പതിറ്റാണ്ടുകൾ മുമ്പത്തെ ചരിത്രം ആവർത്തിച്ചുകൊണ്ട് ഈ കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ ഇവർ പങ്കെടുത്തില്ല. എന്താ പ്രശ്നം? 30 വർഷം മുമ്പ് ശംസുൽ ഉലമ പങ്കെടുത്തതിന്റെ പേരിലാണ് ഞങ്ങൾ പാർട്ടി ഉണ്ടാക്കിയത്. പിന്നെ ഞങ്ങൾ കുറെ പങ്കെടുത്താലും ഇപ്പൊ പങ്കെടുത്താൽ ആളുകൾക്ക് തിരിച്ചറിയും സംഘടനയുടെ അസ്തിത്വം നഷ്ടപ്പെടും, വ്യക്തിത്വം നഷ്ടപ്പെടുമെന്ന് കണ്ടുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് പിൻവാങ്ങിയപ്പോൾ സോഷ്യൽ മീഡിയ കാലഘട്ടമല്ലേ, കുട്ടികൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. 100 ചോദ്യങ്ങൾക്കിടയിൽ അവർക്ക് പ്രവർത്തകർക്കിടയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതിരുന്നപ്പോൾ ഈ കടപ്പുറത്ത് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സമ്മേളനത്തിൽ നീണ്ട പ്രസംഗം നടത്തിയ ആളുകൾ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ സ്റ്റേജിൽ അന്ന് ശംസുൽ ഉലമ മുജാഹിദിന്റെ കൂടെ ഇരുന്നതിലല്ല പ്രശ്നം, അവരെ നാവുകൊണ്ട് പറയിപ്പിച്ചു. ഇന്നത് ക്ലിപ്പാണ്, അവരുടെ മുൻകാലത്തെ പ്രസംഗങ്ങൾ ക്ലിപ്പാണ്. അവരെഴുതി വച്ചത് കൃത്യമായി കാണാം. അവരെ സ്വന്തം മുഖപത്രത്തിൽ എത്ര ലേഖന പരമ്പരകൾ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്. ശംസുൽ ഉലമ മുജാഹിദിന്റെ കൂടെ വേദി പങ്കിട്ടതുകൊണ്ട് ആ സുന്നത്ത് ജമാഅത്തിന് തീവ്രത പറഞ്ഞു ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ പാർട്ടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ആളുകൾ 30 കൊല്ലങ്ങൾക്ക് ശേഷം തിരുത്തി പറയാൻ നിർബന്ധമാകുന്നു. ശംസുൽ ഉലമ മുജാഹിദിന്റെ കൂടെ പങ്കെടുത്തതല്ല പ്രശ്നം. അതിനുശേഷം മുജാഹിദുൽ ഇസ്ലാം എന്നൊരു പ്രഭാഷകൻ 3 തലാഖിനെ കുറിച്ച് സുന്നത്ത് ജമാഅത്തിനെതിരായ നിലപാട് സ്വീകരിച്ചു. ഇവരത് തിരുത്തിയില്ല. ശംസുൽ ഉലമ ഉദ്ഘാടനം കഴിഞ്ഞ് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ആ ശംസുൽ ഉലമയാണ് തിരുത്തേണ്ടത്. വേദിയിലുള്ള സമസ്തയുടെ തന്നെ സമുന്നതനായ പണ്ഡിതൻ മഹാനായ മർഹൂം കോഴിക്കോട് വലിയ കാലം സയ്യിദ് ശിഹാബുദ്ദീൻ ഇൻപിച്ച് പോയ തങ്ങൾ നവ്വറല്ലാഹു വറഖഹു ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, ഇയാൾ പ്രസംഗിച്ചിരുന്നപ്പോൾ തന്നെ അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഈ സംവിധാനത്തിന്റെ ഈ സമൂഹത്തിന്റെ അഭിപ്രായം ഇതെല്ലാം തിരുത്തി അതല്ലേ. അപ്പൊ പിന്നെ തിരിച്ച് വീണ്ടും വിശദീകരിക്കുകയാണ്, മുജാഹിദിനെ കൂടെ വേദി പങ്കിടലല്ല പ്രശ്നം, മറിച്ച് എന്നാൽ പിന്നെ ഞങ്ങൾ പങ്കെടുക്കാൻ പാടില്ല അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് ആൾ പ്രസംഗിക്കുകയാണ്.
ഇനി ഞങ്ങൾ മുജാഹിദിന്റെ കൂടെ വേദി പങ്കിട്ടിക്കണമെങ്കിൽ ഇത് തെളിവ് കൊണ്ടുവരാൻ സാധിക്കും. അവിടെ പങ്കെടുത്തു, ഇവിടെ പങ്കെടുത്തു, കുറച്ചൊക്കെ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ആളുകൾ തെക്കുവീർ ചെല്ലാൻ മടിച്ചിരിക്കുക, ചിരിക്കുക, ആളുകൾ ഇരുന്ന് ചിരിക്കുക. ഇവര് പറയുന്നത് ഫിഖ്ഹിന്റെ കിതാബുകൾ കാണാം, മുജാഹിദിന്റെ കൂടെ പങ്കെടുക്കാം, മസ്ലഹത്തിൻ ദീനിയത്തിൻ ഔ ദുന്യവിയത്തിൻ. ആ അർത്ഥം ഞാൻ പറയില്ല, അർത്ഥങ്ങൾ മൂലമാരോട് ചോദിച്ചോളൂ. പറഞ്ഞ ആളുകൾ കൂട്ടി വിളിക്കും, പറഞ്ഞാൽ ആളുകൾ കൂട്ടി വിളിക്കും. അഭിമന്യനായ ശംസുലമയ നീണ്ട 30 വർഷങ്ങൾക്ക് മുമ്പ് മുജാഹിദിന്റെ കൂടെ വേദി പങ്കിട്ടൊരു അനിവാര്യ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ശരീഅത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി നടത്തിയ സമരത്തിൽ പങ്കെടുത്തപ്പോൾ അത് ദീനിനെതിരാണ്, സുന്നത്ത് ജമാഅത്തിനെതിരാണെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ തിരിച്ചു പറയുകയാണ് മതപരമായ നന്മകൾക്ക് വേണ്ടി, ഭൗതികമായ നന്മകൾക്ക് വേണ്ടി. ഇത് രണ്ടല്ലാത്ത എന്താണ്? ഒന്നുകിൽ ദീനിയായ നന്മ, അല്ലെ ഭൗതികമായ നന്മ. ആ പിരിവിന് വേണ്ടി ഇങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് മുജാഹിദിന്റെ കൂടെ കൂടാമെന്ന് കിതാബിലുണ്ട്, കണ്ടുപിടിക്കട്ടെ എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അഭിവന്ദനായ ശംസുൽ ഉലമ ഈ ശരീഅത്ത് സമ്മേളനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഇൻഷാ അല്ലാഹ് ഏക സിവിൽ കോഡ് ഇവിടെ നടപ്പാകില്ല, ഒരു വികാരമായി ഈ രാജ്യത്തെ എല്ലാ മതജന വിഭാഗങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞു. അതേസമയം അഭിവന്ദനായ ശംസുലമയുടെ നിലപാട്, സമസ്ത കേരള ജംഇയ്യത്തുകളുടെ നിലപാട്, അനിവാര്യമായ പൊതു പ്രശ്നങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടി വരുമെന്ന നിലപാട് അംഗീകരിക്കപ്പെട്ടതോടുകൂടി ആ വിഭാഗത്തിന്റെ സംഘടന അസ്തിത്വം നശിക്കുകയും നിലനിൽപ്പില്ലാത്ത സാഹചര്യം നിലവിലുകയും ചെയ്തത് സാന്ദർഭികമായി അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് സമസ്തയുടെ തണലിൽ, സമസ്തയുടെ പിന്നിൽ, അഭിവന്ദനായ നായകന്മാരുടെ തണലിൽ ശരീഅത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഈ പോരാട്ടം തുടരാം. ദയാനിധിയായ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.